ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് പബ്ലിക് ഫൈനാൻസിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ സെക്കൻഡ് ടോപ്പിക്കായിട്ടുള്ള കോൺസെപ്റ്റ്സ് ഓഫ് പബ്ലിക് ഗുഡ്, ക്ലബ്ബ് ഗുഡ് ആൻഡ് മെറിറ്റ് ഗുഡ് എന്നൊക്കെയാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പബ്ലിക് ഗുഡ് എന്താ നോക്കാം. സിംപ്ലി അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് പബ്ലിക് ഗുഡ്സ് ആർ ദോസ് ഗുഡ്സ് ഇൻ വിച്ച് ദ principle of exclusion cannot be applied and they are non-rival in character. അതായത് നമുക്കത് ഒരിക്കലും എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റില്ല, നമ്മൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകമായിരിക്കും എന്നുള്ളതാണ്. യൂഷ്വലി പബ്ലിക് ഗുഡ്സ് ആർ പ്രൊവൈഡഡ് ബൈ പബ്ലിക് അതോറിറ്റീസ്. അത് പബ്ലിക് ഗുഡ്സ് അതോറിറ്റീസ് ആണ് എന്ത് ചെയ്യുക, പബ്ലിക് ഗുഡ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാന്നുള്ളത്. അപ്പോൾ നമുക്ക് പബ്ലിക് ഗുഡ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെ നോക്കാം. ഫസ്റ്റ് വൺ, നോൺ എക്സ്ക്ലൂഡബിൾ, അതായത് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഓർ ഇമ്പോസിബിൾ ടു പ്രിവെൻറ്റ് എനി വൺ ഫ്രം യൂസിങ് ദി ഗുഡ്. നോൺ എക്സ്ക്ലൂഡബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയും ആ ഒരു പബ്ലിക് ഗുഡ്, ഒരു ഗുഡ് എൻജോയ് ചെയ്യുന്നതിൽ നിന്നും തടയാൻ നമുക്ക് സാധിക്കില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മനസ്സിലാവും. നമുക്കൊരു പബ്ലിക് റോഡിനെ എക്സാമ്പിൾ ആയിട്ടെടുക്കാം. ഇപ്പോൾ പബ്ലിക് റോഡ് അത് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ബട്ട് ഒരാൾ ഉപയോഗിച്ചെന്ന് കരുതി അത് മറ്റൊരാൾക്ക് ഉപയോഗിക്കാതെക്കാൻ കഴിയൂല. അതായത് ഒരാൾ ഉപയോഗിച്ചത് കരുതി മറ്റാൾക്ക് ഉപയോഗിക്കാം, അതിൻ്റെ ക്വാണ്ടിറ്റിയോ ഒന്നും കുറയാനില്ല. അത്തരം ഒരു ഇതിനെയാണ് എന്ത് പറയാ, നോൺ എക്സ്ക്ലൂഡബിലിറ്റി എന്ന് പറയാം. ദെൻ അടുത്തൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എൻ്റെ നോൺ റൈവൽ. അതായത് കൺസംഷൻ ബൈ വൺ ഇൻഡിവിജ്വൽ ഡസ് നോട്ട് റെഡ്യൂസ് ദ ബെനിഫിറ്റ് ടു അതർ. അതായത് ഒരാൾ ഉപയോഗിച്ചെന്ന് കരുതി മറ്റൊരാൾക്ക് അത് ഉപയോഗിക്കാൻ കഴിയാത്ത സിറ്റുവേഷൻ വരുന്നില്ല. എല്ലാ ആളുകൾക്കും അതെന്ത് ചെയ്യാം, ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞ നോൺ എക്സ്ക്ലൂഡബിലിറ്റി എന്ന് കൊണ്ട് ഉദ്ദേശിച്ചത് എല്ലാ ആളുകൾക്കും ഇത് ഉപയോഗിക്കാം എന്നുള്ളതാണ്. രണ്ടാമത്തെ നോൺ റൈവലി എന്ന് പറഞ്ഞാൽ ഒരാൾ ഉപയോഗിച്ചത് കൊണ്ട് അതിൻ്റെ ക്വാണ്ടിറ്റി തീർന്നു പോകുന്നില്ല, ഓർ മറ്റൊരാൾക്ക് ഇല്ലാതെ പോകുന്നില്ല എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ അതാണ് നമ്മൾ പബ്ലിക് ഗുഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, മെയിൻ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നോൺ എക്സ്ക്ലൂഡബിലിറ്റി, സെക്കൻഡ് നോൺ റൈവൽ. അതേപോലെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എൻ്റെ ഫ്രീ റൈഡർ പ്രോബ്ലം. അതായത് നമ്മളൊരു ഗുഡ് യൂസ് ചെയ്തെന്ന് കരുതിയ പീപ്പിൾസ് ആ ഗുഡ് യൂസ് ചെയ്യുന്നതിൻ്റെ മുകളിൽ പേയ്മെൻ്റ് ഒന്നുമില്ല, ഫ്രീ ആണ്. അതിനാണ് ഫ്രീ റൈഡർ പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പബ്ലിക് ഗുഡിൻ്റെ എക്സാമ്പിൾസ് ആണ് സ്കൂള്, അതേപോലെ റോഡ്, ബ്രിഡ്ജസ്, സ്ട്രീറ്റ് ലൈറ്റ്, നാഷണൽ ഡിഫൻസ്, പബ്ലിക് പാർക്സ്, ക്ലീൻ എയർ എക്സെട്ര. ദെൻ അടുത്ത ഒരു കോൺസെപ്റ്റാണ് പ്രൈവറ്റ് ഗുഡ് എന്ന് പറയുന്നത്. ഈ പ്രൈവറ്റ് ഗുഡ് എന്നുള്ളത് പബ്ലിക് ഗുഡിൻ്റെ നേരെ ഓപ്പോസിറ്റ്സ് ആണ്. നോക്കാം. പ്രൈവറ്റ് ഗുഡ്സ് ആർ ദോസ് ഗുഡ്സ് in which the principle of exclusion can be applied and they are rival in character. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു പബ്ലിക് ഗുഡ്സ് എന്താണ്, നോൺ എക്സ്ക്ലൂഷൻ ആണ്, നോൺ റൈവലറി ആണ്. എന്നാൽ ഇവിടെ എക്സ്ക്ലൂഷൻ ആണ്, അതേപോലെ റൈവലറി ആണ്. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഫസ്റ്റ് വൺ, എക്സ്ക്ലൂഡബിൾ ആണ്. അതായത് സെല്ലേഴ്സ് ക്യാൻ പ്രിവെൻറ്റ് പീപ്പിൾ ഹു ഡോണ്ട് പേ ഫ്രം ആക്സസ് ദി ഗുഡ്. ആ ഒരു ഗുഡ് എന്താ പറയുക, ഉപയോഗിക്കുന്നതിൽ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. ആ ഒരു ഗുഡ് യൂസ് ചെയ്യുന്നതിന് മുകളിൽ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത്തരം ഗുഡാണ് എന്ത്, പ്രൈവറ്റ് ഗുഡ് എന്ന് പറയുന്നത്. ഈ പ്രൈവറ്റ് ഗുഡ് പ്രൊവൈഡ് ചെയ്യുന്നത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ഓർ ഫേംസ് ആയിരിക്കും. ദെൻ നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എൻ്റെ റൈവൽ. ഇഫ് വൺ പേഴ്സൺ കൺസ്യൂം ദ ഗുഡ് ലെസ് ഇഫ് ഇറ്റ് അവൈലബിൾ ഫോർ അതേഴ്സ്. അതായത് ഒരാൾ യൂസ് ചെയ്താൽ അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി അവിടെ കുറയുന്നുണ്ട്, ഏത് പ്രൈവറ്റ് ഗുഡിൻ്റെ കേസിൽ. എന്നാൽ പബ്ലിക് ഗുഡിൻ്റെ കേസിൽ അങ്ങനെയല്ല. പിന്നെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്ത്, നോ ഫ്രീ റൈഡർ പ്രോബ്ലം. ഇവിടെ നോ ഫ്രീ റൈഡർ പ്രോബ്ലം ആണ്. അതായത് സിൻസ് ആക്സസ് ഈസ് റിസ്ട്രിക്റ്റഡ് ടു പേയിങ് കൺസ്യൂമേഴ്സ് ദ ഫ്രീ റൈഡർ ഇഷ്യൂ ഈസ് അവോയ്ഡഡ്. അതായത് ഇവിടെ കൺസ്യൂമേഴ്സ് ആ ഒരു ഗുഡ് യൂസ് ചെയ്യാനെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് ഇവിടെ നിർബന്ധമാണ് എന്നാണ് പറയുന്നത്. എക്സാമ്പിളാണ് സിനിമ തിയേറ്റർ. അപ്പോൾ നമുക്കിനി അടുത്തൊരു കോൺസെപ്റ്റാണ് ക്ലബ്ബ് ഗുഡ് എന്ന് പറയുന്നത്. ക്ലബ്ബ് ഗുഡ്സ് ആർ ദോസ് ഗുഡ്സ് ദാറ്റ് ആർ എക്സ്ക്ലൂഡബിൾ ബട്ട് നോൺ റൈവൽ. അതായത് എക്സ്ക്ലൂഡബിൾ ആയിരിക്കും ബട്ട് നോൺ റൈവൽ ആയിരിക്കും ഇൻ ക്യാരക്ടർ.
അത്തരം ഗുഡിനെയാണ് എന്ത് ക്ലബ്ബ് ഗുഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ബോത്ത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ഗുഡ്സ്. പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ഗുഡ്സിൻ്റെ ഒരു കോമ്പിനേഷൻ ആണ് എന്ത് ക്ലബ് ഗുഡ് എന്ന് പറയുന്നത്. അതായത് പ്രൈവറ്റ് ഗുഡ് എക്സ്ക്ലൂഡബിൾ ആണ്, എന്നാൽ പബ്ലിക് ഗുഡ് നോൺ ട്രൈവൽ ആണ്. അപ്പോൾ ഈ ഒരു രണ്ട് ഗുഡ്സിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ഒരു കോമ്പിനേഷനാണ് എന്ത് പറയുന്നത് ക്ലബ്ബ് ഗുഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ എക്സ്ക്ലൂഡബിൾ, അതായത് എക്സസ് ഈസ് കൺട്രോൾഡ്. അവിടെ ഒരു ഉപയോഗിക്കാനുള്ള ഒരു എക്സസ് എന്ത് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതായത് എക്സാമ്പിൾ ത്രോ ഫീ ഓർ മെമ്പർഷിപ്പ്. ദെൻ സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്ത് നോൺ റൈവൽ, അതായത് മൾട്ടിപ്പിൾ പീപ്പിൾ ക്യാൻ കൺസ്യൂം ദ ഗുഡ് വിത്തൗട്ട് റെഡ്യൂസിങ് ഇറ്റ്സ് അവൈലബിലിറ്റി. അതായത് കുറേ ഇപ്പോൾ എത്ര ആൾ ഉപയോഗിച്ചെന്ന് കരുതിയാലും അതിൻ്റെ അവൈലബിലിറ്റി കുറയുന്നില്ല എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ കേബിൾ ടി വി കണക്ഷൻ. അതേപോലെ സബ്സ്ക്രിപ്ഷൻ സർവീസസ്, പ്രൈവറ്റ് പാർക്സ് ഓർ ക്ലബ്സ്, ടോൾ റോഡ്സ്. ഇതൊക്കെയാണ് എക്സാമ്പിൾ. അപ്പോൾ എക്സാമ്പിൾ ഓർത്തു വെച്ചാൽ തന്നെ നമുക്ക് ഏകദേശം അതിനൊരു കോൺസെപ്റ്റ് എന്താണെന്ന് നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ നെക്സ്റ്റ് കോൺസെപ്റ്റ് ആണ് മെറിറ്റ് ഗുഡ് എന്നുള്ളത്. അപ്പം മെറിറ്റ് ഗുഡ് എന്ന് പറഞ്ഞാൽ എ മെറിറ്റ് ഗുഡ് ആർ ദോസ് ഗുഡ്സ് വിച്ച് ക്രിയേറ്റ്സ് പോസിറ്റീവ് എക്സ്റ്റേണലിറ്റീസ്. അതായത് പോസിറ്റീവ് എക്സ്റ്റേണലിറ്റീസ് നൽകുന്ന, അത് ക്രിയേറ്റ് ചെയ്യുന്ന ഗുഡ്സിനെയാണ് മെറിറ്റ് ഗുഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ എ ഗുഡ് ഓർ സർവീസ് ദാറ്റ് ദ ഗവൺമെൻറ് ഓർ സൊസൈറ്റി കൺസിഡേഴ്സ് ബെനിഫിഷ്യൽ ഫോർ ഇൻഡിവിജ്വൽസ് ആൻഡ് ദി കമ്മ്യൂണിറ്റി ആസ് എ ഹോൾ. ആ ഒരു ഗുഡ് ഓർ സർവീസ് അത് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡിവിജ്വലിനോ ഒരു കമ്മ്യൂണിറ്റിക്കോ എന്ത് ബെനിഫിറ്റ് നൽകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത്തരം ഗുഡിനെയാണ് എന്ത് മെറിറ്റ് ഗുഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പോസിറ്റീവ് എക്സ്റ്റേണലിറ്റീസ്, അതായത് ദേ പ്രൊവൈഡ് ബെനിഫിറ്റ് ടു സൊസൈറ്റി ബിയോണ്ട് ദോസ് ഹു കൺസ്യൂം ദം ഡയറക്റ്റ്ലി. ഒരാളിപ്പോൾ ആ ഗുഡ് യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് സൊസൈറ്റിക്കും എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള എഫക്റ്റ് നൽകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്തരം ഗുഡിനെയാണ് മെറിറ്റ് ഗുഡ് എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് വാക്സിനേഷൻ. Then next concept ആണ് demerit good. Demerit good are those goods which creates negative externalities. അതായത് മെറിറ്റ് ഗുഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ. അപ്പം ആ ഒരു ഗുഡ് യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നെഗറ്റീവ് എക്സ്റ്റേണലിറ്റീസ് ആണ് ഒരു സൊസൈറ്റിക്ക് ഒരു ഇൻഡിവിജ്വലിനെ ഒരു കമ്മ്യൂണിറ്റിക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത്തരം ഗുഡിനെയാണ് ഡീമെറിറ്റ് ഗുഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നെഗറ്റീവ് എക്സ്റ്റേണലിറ്റി, അതായത് ദെയർ കൺസെപ്ഷൻ കോസ് ഹാം ടു സൊസൈറ്റി ബിയോണ്ട് ദ ഇൻഡിവിജ്വൽ യൂസേഴ്സ്. ഒരു ഇൻഡിവിജ്വൽ യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു സം ടൈപ്പ് ഓഫ് ഗുഡ് അത് യൂസ് ചെയ്യുന്ന ഭാഗമായിട്ട് സൊസൈറ്റിക്കോ അതോ അതർ പീപ്പിൾസിനെ അതൊരു നെഗറ്റീവ് എഫക്റ്റാണ് നൽകുന്നുണ്ടെങ്കിൽ അത്തരം ഗുഡിനെ ഡീമെറിറ്റ് ഗുഡ് എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് ആൽക്കഹോളി, സിഗരറ്റ്സ് എക്സെട്ര. അപ്പോൾ ഇതൊക്കെയാണ് കോൺസെപ്റ്റ് ഓഫ് പബ്ലിക് ഗുഡ്സ്, ക്ലബ് ഗുഡ്സ്, മെറിറ്റ് ഗുഡ്സിലൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് മെയിനായിട്ട് വൺ വേർഡൊക്കെ ആയിട്ട് ചോദിക്കും. ചിലപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് വന്നിട്ട് ഇത് ഏത് തരം ഗുഡാണെന്ന് ചോദിക്കും. ചിലപ്പോൾ 5 മാർക്സിനൊക്കെ ചോദിക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ ഒരു കോഡ് പറഞ്ഞുതരാം. ഈ ഒരു ടേബിൾ ബൈ ഹാർട്ട് ചെയ്താൽ നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് ഈസി ആയിട്ട് മൈൻഡിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. നോക്കാം. ഫസ്റ്റ് നമുക്ക് മുകളിലും ഏറ്റവും അപ്പർ സൈഡിലും അതേപോലെ ലെഫ്റ്റിൽ കോളത്തിൽ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കൊടുക്കുന്നത്. അതായത് എക്സ്ക്ലൂഡബിൾ, നോൺ എക്സ്ക്ലൂഡബിൾ,
റൈവൽ, നോൺ റൈവൽ. അപ്പോൾ ഇതെങ്ങനെ നോക്കുകയെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇൻ ദ കേസ് ഓഫ് പ്രൈവറ്റ് ഗുഡ്, ഫസ്റ്റ് നമ്മൾ പ്രൈവറ്റ് ഗുഡിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ഗുഡിൻ്റെ നേരെ അപ്പർ സൈഡിൽ എന്താ വരുന്നത് നോക്കാം, അതായത് എക്സ്ക്ലൂഡബിൾ. ദെൻ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ റൈവൽ. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത് അത് എക്സ്ക്ലൂഡബിൾ ആയിരിക്കും, റൈവലർ ആയിരിക്കും. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കാം. ദെൻ ക്ലബ് ഗുഡ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ നേരെ എബോ പോർഷനിൽ എന്താ, എബോ പാർട്ടിൽ എന്താ നോക്കാം, എക്സ്ക്ലൂഡബിൾ. ദെൻ ലെഫ്റ്റ് സൈഡ് നോൺ റൈവൽ. അപ്പോൾ ക്ലബ് ഗുഡ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നേരത്തെ പറഞ്ഞു, എന്തേ കോമ്പിനേഷൻ ഓഫ് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ഗുഡ്സ് എന്ന് പറഞ്ഞു. അതേപോലെ അതായത് എക്സ്ക്ലൂഡബിൾ ആണ്, നോൺ റൈവൽ ആണ്. അപ്പം അതിൻ്റെ നേരെ അപ്പർ സൈഡിൽ എക്സ്ക്ലൂഡബിൾ, ദെൻ ലെഫ്റ്റ് നോൺ റൈവൽ. അങ്ങനെ അതിൻ്റെ ഓരോ ഗുഡിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ഈസി ആയിട്ട് പഠിക്കാൻ നമുക്ക് ഈ ഒരു ടാബിൾ ഹെൽപ്പ് ആക്കും. ദെൻ ഇൻ ദ കേസ് ഓഫ് പബ്ലിക് ഗുഡ്സ്, ഇറ്റ്സ് ക്യാരക്ടറിസ് എന്താ ഒരു നോൺ എക്സ്ക്ലൂഡബിൾ, നോൺ റൈവൽ. ദെൻ കോമൺ റിസോഴ്സസ് ആണെങ്കിൽ എന്ത് ചെയ്യും, റൈവലർ ആയിരിക്കും, അതേപോലെ നോൺ എക്സ്ക്ലൂഡബിൾ ആയിരിക്കും. അപ്പോൾ ഇത് മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു ടാബിൾ ബൈ ഹാർട്ട് ചെയ്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു കോൺസെപ്റ്റിനെ ഏറ്റവും ഈസി ആയിട്ട് നമുക്കത് ട്രൈ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.